വിദ്യാർത്ഥിനിയോട് മോശം പെരുമാറ്റം, സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തു. കുസാറ്റിൽ കലോത്സവത്തിനിടെ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയതായ പരാതിയിലാണ് സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തത്. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി കലോത്സവമായ സർഗത്തിനിടയിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന രീതിയിൽ കേസാവുകയും അത് വലിയൊരു പ്രശ്നമാവുകയും നമ്മൾ അന്ന് തന്നെ ഒരു സമരം നടത്തുകയുണ്ടായി. പക്ഷേ അന്ന് ഈ പറയുന്ന വിദ്യാർത്ഥിനി പരാതി കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് നമ്മളത് മുന്നിലോട്ട് പ്രൊസീഡ് ചെയ്യാറുള്ളത്. പക്ഷേ നിലവിൽ എന്താ പറയുക, ഈ രീതിയിലേക്ക് പോകുമ്പോൾ സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ മാത്രമല്ല, യൂത്ത് വെൽഫെയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഇദ്ദേഹം ഇവിടെ തന്നെ പുള്ളി എപ്പോൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്, താഴെ MLA ഓഫീസിൻ്റെ താഴെയായിട്ട്. അതായത് ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെയും കൂട്ടും പിടിച്ചുകൊണ്ട് പി രാജീവിനെ, വ്യക്തമായി പറയുകയാണെങ്കിൽ പി രാജീവിൻ്റെ വലങ്കയായി നിന്നുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ ബാക്കി വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു ആവശ്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ മെസ്സിൻ്റെ പ്രശ്നമുണ്ട്, ഇവിടെ ഹോസ്റ്റലുകളുടെ പ്രശ്നമുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറി PK ബേബിക്ക് വേണ്ടി ഇന്ന് തന്നെ എത്രയോ ലക്ഷം രൂപ ക്യാമ്പസ് റേഡിയോ എന്ന് പറഞ്ഞ് ഒരാളും അറിയാത്ത ഒരു സാധനത്തിന് വേണ്ടി ഗ്രാൻഡ് ചെയ്യാണ്. ഇവിടെ വിദ്യാർത്ഥികളുടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാൻ പോലും വരാത്ത യൂണിവേഴ്സിറ്റി ഈ പറയുന്ന PK ബേബിക്ക് വേണ്ടി എന്തെല്ലാം വിട്ടുവീഴ്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തസ്തിക ഉണ്ടാക്കി അതിലിരുത്തി വാഴിച്ച് കാറും വീടും പുള്ളിക്കാരന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും യൂണിവേഴ്സിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ, അതായത് ഈ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ അയാൾ വഹിക്കുന്ന അദ്ദേഹം എന്നൊന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല, വഹിക്കുന്ന എല്ലാ ഇതിൽ നിന്നും പുറത്താക്കുന്നവരെ ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് നമ്മൾ കേസ് കുസാറ്റ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ നടപടികൾ എന്താണ് എന്ന് നോക്കിയതിന് ശേഷം ഉടൻ തന്നെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഏറ്റവും ശുഭപ്രതീക്ഷയോടെ കാണുന്നത് ഈ പറയുന്ന പോലെ ആ രീതിയിൽ പുറത്താക്കുക എന്ന് തന്നെയാണ്. വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താ പറയുക, സുതാര്യപരമായ ഒരു അന്വേഷണം ഇതിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യതയുണ്ട്. കാര്യം നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഈ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിനിക്ക് പോലും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവരുത്. അത് ഉറപ്പുവരുത്തേണ്ടത് ഇവിടെ പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ ചുമതലയാണ്. PK ബേബിയെ സിൻഡിക്കേറ്റിൽ നിന്നും പുറത്താക്കണമെന്ന് KSU യൂണിറ്റ് പ്രസിഡന്റ് നവീൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ KSU കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നും KSU ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.